ജവഹർലാൽ നെഹ്റു 1889 to 1964. 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ പിതാവ് മോത്തിലാൽ നെഹ്റുവിൻ്റെയും മാതാവ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെയും മകനായി ജവഹർലാൽ നെഹ്റു ജനിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ഇന്ത്യയിൽ ആഘോഷിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ചാച്ച എന്നത് ഹിന്ദിയിൽ അങ്കിൾ എന്നാണ് അർത്ഥം. മുതിർന്നവർ സാധാരണയായി അദ്ദേഹത്തെ പണ്ഡിറ്റ് നെഹ്റു എന്നാണ് അഭിസംബോധന ചെയ്തത്. ആധുനിക ഇന്ത്യയുടെ ശില്പിയെന്നും ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പിയെന്നും ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നും ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവീടിന്റെ പേരാകുന്നു ആനന്ദ ഭവനം. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വീടിന്റെ പേരാകുന്നു തീൻ മൂർത്തി ഭവൻ. ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയുടെ പേരാകുന്നു കമല കൗൾ. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു ജവഹർലാൽ നെഹ്റു. 1989 സോവിയറ്റ് യൂണിയന്റെ സ്റ്റാമ്പിൽ ജവഹർലാൽ നെഹ്റു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദാറ്റ് ഈസ് പ്രിയാമ്പിൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആകുന്നു. 1946 ഡിസംബർ 13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയങ്ങൾ അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായി വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആകുന്നു. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗെയ്റ്റ്ലിയുവിനെ വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആകുന്നു. ഇന്ത്യയുടെ അണക്കെട്ടുകളെ രാജ്യത്തിലെ പുതിയ ക്ഷേത്രങ്ങൾ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആകുന്നു. സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിനുള്ള ഏക താക്കോൽ എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആകുന്നു. മഹാത്മാഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നത് 1916 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വച്ചാകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാകുന്നു. ദാറ്റ് ഈസ്, നമ്മൾ അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരങ്ങൾ ഒന്നും നൽകുന്നില്ല, എങ്കിലും പദവി അന്തസ്സും ആധികാരികവുമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാകുന്നു ശതാബ്ദി എക്സ്പ്രസ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 1912 ബീഹാറിലെ ബങ്കിപ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാകുന്നു. 1920 ജവഹർലാൽ നെഹ്റു കർഷകർക്ക് വേണ്ടി ബാബ രാംചന്ദ്രയോടൊപ്പം ചേർന്ന് ഔദ് കിസാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1928 സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ചേർന്ന് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചു. ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന സംഘടനയുടെ പ്രസിഡന്റായിരുന്നു ശ്രീനിവാസ അയ്യങ്കാർ. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷന്റെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. മാത്രമല്ല 1938 സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ ആദ്യ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1942 ബോംബെ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തലേ ദിവസം രാത്രി അതായത് 1947 ഓഗസ്റ്റ് 14 ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന് ആ പ്രസംഗത്തിൽ നെഹ്റു പറയുകയുണ്ടായി. മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാകുന്നു ജവഹർലാൽ നെഹ്റു. 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും കൂടി ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. 1955 നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചു. 1959 രാജസ്ഥാനിലെ നാഗൂരിൽ വെച്ച് പഞ്ചായത്തി രാജ് എന്ന സംവിധാനം ഇനാഗുറേറ്റ് ചെയ്തതും ജവഹർലാൽ നെഹ്റു ആകുന്നു. 1960 ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിന്റെ പ്രസിഡന്റും കൂടിയായിരുന്ന അയ്യൂബ് ഖാനും കൂടി ചേർന്നുണ്ടാക്കിയ കരാറാകുന്നു സിന്ധു നദീജല കരാർ. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തിന്റെ പേരാകുന്നു ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരാകുന്നു ടുവാർഡ്സ് ഫ്രീഡം. അതുപോലെ ആൻ ഓട്ടോബയോഗ്രഫി എന്ന പേരിലും ജവഹർലാൽ നെഹ്റുവിന് ഓട്ടോബയോഗ്രഫി ഉണ്ട്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ജവഹർലാൽ നെഹ്റുവിൻ്റേതാകുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു ഇന്ത്യയെ കണ്ടെത്തൽ, അതുപോലെ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവിന് ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാകുന്നു ഇന്ദിര പ്രിയദർശിനി.